ഇനി നമുക്ക് തയമ്മുമാണ്. നമ്മൾ ആദ്യം വുളു പഠിച്ചു. വുളു വെക്കാൻ ആവശ്യമായ പാത്രങ്ങളെ കുറിച്ച് പഠിച്ചു. ആ വെള്ളം കൊണ്ട് നിർവഹിക്കുന്ന മലമൂത്ര വിസർജനത്തിന് ശുദ്ധിയാക്കാനുള്ള വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി വുളുവിന് ബദലായിട്ടുള്ള തയമ്മം, വുളു ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിന് പകരമായിട്ടുള്ള ബദലായിട്ടുള്ള തയമ്മം, അതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തയമ്മം ഇസ്ലാമിൽ അനുവദനീയമാണ്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദീകും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസികും വഅർജുലക്കും ഇലൽ കഅബൈൻ. അഥവാ വുളു എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ കുൻതും ജുനുബൻ ഫതഹറു, ജനാബത്തിലാണെങ്കിൽ കുളിക്കണം. വുളു കുളി പറഞ്ഞു. എന്നാൽ അല്ലാഹു പറഞ്ഞു, വഇൻ കുൻതും മർളാഉ അലാ സഫരിൻ ഔ ജാഅ അഹദുൻ മിൻകും മിനൽ ഗായിബി ഔ ലാമസ്തുമുൻ നിസാ. അഥവാ വുളു മുറിയുന്ന സന്ദർഭങ്ങൾ പറയും. ഇങ്ങനെ ഈ പറഞ്ഞ 4 സന്ദർഭങ്ങൾ അതുണ്ടായ വുളു മുറിയും, വുളു എടുക്കണം. എന്നാൽ അല്ലാഹു പറഞ്ഞു, ഫലം തജിദൂ മാഅൻ, എന്നാൽ വെള്ളം കണ്ടില്ല എങ്കിൽ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബ, അവൻ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലത്തെ തേടിക്കൊള്ളട്ടെ. അപ്പോ വുളു എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, വുളു എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ തയമ്മം ചെയ്തു കൊള്ളട്ടെ എന്നാണ് തയമ്മത്തിന്റെ രൂപവും പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാണ്, ഇന്ന സ്വഈദ ത്വയ്യിബ തുഹൂറുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ ശുദ്ധി വരുത്താനുള്ളതാണ് ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലം. ഫഇല്ലം തജിദൂ മാഅൻ 10 സിനീൻ, 10 കൊല്ലം വെള്ളം കിട്ടിയിട്ടില്ല എങ്കിലും അവന് തയമ്മം ചെയ്യാവുന്നതാണ്. 10 കൊല്ലം വെള്ളം കിട്ടിയിട്ടില്ല എങ്കിലും അവന് തയമ്മം ചെയ്യാവുന്നതാണ്. ഫഇദാ വജദൽ മാഅ, ഇനി വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഫയുബിസഹു ബശറതഹു, അവൻ അവന്റെ വെള്ളം കൊണ്ട് തൊലികളെല്ലാം കഴുകണം, വുളു എടുക്കട്ടെ എന്ന് പറയും. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, എനിക്ക് അല്ലാഹു 5 കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് മുൻകഴിഞ്ഞു പോയ ഒരു പ്രവാചകനും അല്ലാഹു കൊടുത്തിട്ടില്ല. അതിലൊന്ന് റസൂൽ പറഞ്ഞത്, വജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതുഹൂറ, എനിക്ക് അല്ലാഹു ഭൂമിയെ നമസ്കരിക്കാനുള്ള സ്ഥലവും ശുദ്ധി വരുത്താനുള്ള വസ്തുവുമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ നിലത്തിറങ്ങിയിട്ട് നമസ്കരിക്കണം, നിന്നുകൊണ്ട് നമസ്കരിക്കണം. വണ്ടിയിൽ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല. നിന്ന് നിസ്കരിക്കാൻ പറ്റിയെങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. വണ്ടി സൈഡാക്കി ഇറങ്ങി നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. അപ്പൊ നമുക്ക് പറയണ മണ്ണല്ലേ, അവിടെ വൃത്തി ഉണ്ടാവില്ല, ആകെ ചളിയല്ലേ, എങ്ങനെ അവിടെ നിസ്കരിക്കാം? എന്താ റസൂൽ പറഞ്ഞ, വജുഇല തിരിയൽ അർദു മസ്ജിദ, നമുക്ക് മണ്ണ് മുഴുവൻ നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മൾ ഇറങ്ങി എന്ത് ചെയ്യണം? നമുക്ക് അവിടെ നമസ്കരിക്കാം. അത് ശുദ്ധി വരുത്താനുള്ള വസ്തുവാണ്. വെള്ളം കിട്ടിയില്ല എങ്കിൽ അതിൽ നിന്ന് തയമ്മം ചെയ്യാം, അതിനെ നമുക്ക് നമസ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. അത് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. ശരി, അപ്പൊ ഇതാണ് തയമ്മം ചെയ്യാൻ നമുക്കുള്ള തെളിവുകൾ. ഇനി തയമ്മം എപ്പോഴാണ് അനുവദനീയമാകുന്നത്? എപ്പോഴാണ് തയമ്മം ചെയ്യൽ അനുവദനീയമാകുന്നത്? രോഗിയായ തയമ്മം ചെയ്യൽ അനുവദനീയമാണ്. അപ്പൊ രോഗി എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ രോഗി? നമുക്കൊരു ചെറിയ തലവേദന വന്നു, എങ്ങനെ കിടപ്പ് രോഗി എന്നുള്ളത് മാത്രമല്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗി, അതാണ് നല്ലത് അല്ലെ? ഡോക്ടർ പറയാണ് വെള്ളം തൊടാൻ പാടില്ല, വെള്ളം തൊടിക്കാൻ പാടില്ല, അസുഖം അധികമാവും. അത്തരം കാര്യം എന്ത് ചെയ്യണം? വെള്ളത്തോട് ആവശ്യങ്ങൾ തയമ്മം ചെയ്താൽ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗമുള്ള ആളുകൾ. രണ്ടാമത്തത്, രോഗമൊന്നുമില്ല, പക്ഷെ വെള്ളം ഉപയോഗിച്ചാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിവിടെ നിന്ന് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ശക്തമായ തണുപ്പില്ല. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ അതായത് ഇറാഖിലാണ്, ഇവിടെ ഒരു പറഞ്ഞ കാണാം -14 ഡിഗ്രി വരെ വരും. വെള്ളം തുറന്നാലും വെള്ളം വരില്ലത്രേ, പൈപ്പ് തുറന്നാൽ ഐസ് കട്ടായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വയസ്സായ ആൾക്കാരാണെങ്കിൽ കൂടി അവരുടെ ശരീരത്തിന് അതിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അപ്പൊ അങ്ങനെ കൊടും തണുപ്പ് അല്ലെങ്കിൽ കൊടും ചൂട്, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്, വെള്ളം ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ തയമ്മം ചെയ്യാവുന്നതാണ്. കാരണം അല്ലാഹു പറഞ്ഞാൽ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ലാ ദററ വലാ ദിറാർ, സ്വയം ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല,
മറ്റൊരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ പൊതു തത്വമാണ്. അപ്പൊ നഖം മുറിക്കണം എന്ന് പറയും. നഖം മുറിക്കണം. എന്തിനാണ് നഖം മുറിക്കുന്നത്? അതിന്റെ ഹിക്മത്തുകൾ, അതിന്റെ യുക്തി പണ്ഡിതന്മാരെ ഒരുപാട് യുക്തികൾ പറഞ്ഞപ്പോൾ ഒരു ഹിക്മത്തായിട്ട് പറഞ്ഞത് സ്വന്തം നഖം സ്വന്തം ശരീരത്തിൽ തട്ടി മുറിയാകാതിരിക്കാനാണ്. സ്വന്തം നഖം സ്വന്തം ശരീരത്തിൽ തട്ടി മുറിയാകാതിരിക്കാൻ വേണ്ടി ഇസ്ലാം കൽപ്പിച്ചു നഖം മുറിക്കണം. എന്നിട്ടാണ് ആ ഇസ്ലാമിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ മുഹറത്തിന്റെ അന്ന് വലിയ വാളും മടാളെടുത്ത് യാ ഹസൻ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മേത്ത് വെട്ടുന്നത്. അതൊക്കെ ഇസ്ലാമിന് തന്നെയാണ് കുത്തുബിയത്തൊക്കെ ഷിയാക്കളുടെ വിശ്വാസങ്ങളാണ്. ശരി, നമ്മൾ സൂചിപ്പിച്ചു വന്നത് സ്വന്തം ശരീരത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് കൊണ്ടുപോയില്ലേ, സ്വയം നാശം ഉണ്ടാക്കുന്നത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് സിഗരറ്റ് വലിയൊക്കെ ഹറാമായി മരണക്കാർക്കായി വെച്ചതാണ്. ശരി, നമ്മൾ സൂചിപ്പിച്ചത് നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസം ഉണ്ടാകും എന്ന് തോന്നുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ പൊതു ചെയ്യേണ്ടതിൽ അവിടെ തയ്യാറും ചെയ്യൽ അനുവദനീയമാണ്. അതുപോലെ വെള്ളമില്ലാത്ത സന്ദർഭം പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ വെള്ളമില്ല. നമ്മൾ യാത്രികർ കാട്ടിലാണ് പോയി പെട്ടത്. നമ്മൾ ഒരുപാട് തിരയണം, ഒരുപാട് അന്വേഷിച്ചു, എന്നിട്ട് വെള്ളം കിട്ടിയില്ല എങ്കിൽ അവന് തയ്യാറും ചെയ്യൽ അനുവദനീയമാണ്. അതുപോലെ പണ്ഡിതന്മാരായിരിക്കും ചേർത്ത് പറഞ്ഞത് കാണാം, നമുക്ക് വെള്ളം ഉണ്ട്, പക്ഷെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ യാത്രയിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു കുപ്പി വെള്ളമുണ്ട്, നമ്മൾ 4-5 ആൾക്കാരുണ്ട്. അത് ഒതുകൊടുക്കാൻ എടുത്താൽ നമുക്ക് തികയും, പക്ഷെ പിന്നെ അത് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അത് കുടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒതുകൊടുക്കാൻ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. തയ്യാറം ചെയ്താൽ മതിയാകുന്നതാണ്, അത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ തന്നെ കിതാബുകളിലൊക്കെ ചർച്ച ചെയ്ത് കാണാൻ പറ്റും, ഒരു ആൾ നിൽക്കാണ്, അയാളുടെ മുമ്പിൽ വെള്ളമുണ്ട്, പക്ഷെ അയാൾക്ക് വെള്ളത്തിനും ഇടയിൽ ഒരു വന്യമൃഗമുണ്ട്, ഒരു സിംഹം വന്യമൃഗമുണ്ട്. അപ്പൊ അയാൾ വെള്ളം എടുക്കാൻ പോയാൽ സിംഹത്തിന്റെ ഉപദ്രവം അയാൾ കേൾക്കും, അയാൾ പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനത്തെ സന്ദർഭത്തിൽ അയാൾക്ക് തയ്യാറം ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ഇത്ര മനസ്സിലാക്കേണ്ടത്, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് തയ്യാറം ചെയ്യാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ യാത്രയിലാണ്. ഒരു സ്വഹാബിക്ക് തലയിൽ മുറിവ് പറ്റി ആ രാത്രിയിൽ അദ്ദേഹം ജനാപത്തുകാരനുമായി, നല്ല തണുപ്പാണ്, ജനാപത്തുകാരനെ തല നനച്ചു കുളിക്കണം, പക്ഷെ തല നനച്ചു കുളിച്ചാൽ ചിലപ്പോൾ മുറി അധികമാവും. അപ്പൊ മറ്റു സ്വഹാബത്തിനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും ഇളവുണ്ടാവും, കാരണം മുറി അല്പം അധികമാവും. അപ്പൊ സ്വഹാബത്തിന് എനിക്ക് ഇളവൊന്നുമില്ല, കാരണം എനിക്ക് വെള്ളം നനച്ചു കുളിക്കാൻ പറ്റില്ല, എനിക്ക് ഇളവൊന്നുമില്ല, കുളിക്കാനാവാം. അദ്ദേഹം ആ രാത്രിയിൽ കുളിച്ചു, മുറി അധികമായി, അദ്ദേഹം മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ദുവരെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, നിങ്ങൾ അയാളെ കൊന്നു, നിങ്ങൾ അയാളെ കൊന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവില്ലാത്തതിന്റെ മരുന്ന് ചോദിച്ചു പഠിക്കലാണ്, ഇതിന്റെ മരുന്ന് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അയാൾക്ക് തയ്യാറം ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇങ്ങനത്തെ സന്ദർഭത്തിൽ നമുക്ക് സ്വയം ഉപദ്രവം ഉണ്ടാവും തോന്നാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തയ്യാറം ചെയ്യൽ അനുവദനീയമാണ്. ഇനി തയ്യാറം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെ തയ്യാറം ചെയ്യും, തയ്യാറമിന്റെ രൂപം എങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ മുമ്പിൽ മണ്ണുണ്ട് കൂട്ടുക, മണ്ണിലാണല്ലോ നമ്മൾ തയ്യാറം ചെയ്യേണ്ടത്. മണ്ണുണ്ടെങ്കിൽ ഹദീസിൽ കണ്ട് വന്ന പ്രയോഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫൈഹി അൽ-അർള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ തന്റെ കഫ് കൊണ്ട് അടിച്ചു എന്നാണ്. കഫ് എന്നാൽ ഈ കൈപ്പത്തി. അപ്പൊ കൈപ്പത്തി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു. വനഫഖ ഫീഹിമ, അതിലേക്ക് റസൂൽ ഊതി, അപ്പോഴേക്ക് പോകാൻ വേണ്ടി റസൂൽ ഊതി. വമസഹ ബിഹിമ വജ്ഹഹു വകഫൈഹി, അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുഖം തടവി, തന്റെ കഫൈഹി രണ്ട് കൈപ്പത്തികളും തടവി. ഇതാണ് തയമ്മുമിന്റെ രൂപം. അടിക്കുക, ഊതുക, മുഖം തടവുക, കൈപ്പത്തി തടവുക. അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, വുളൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ആദ്യം നിയത്ത് വെക്കണം. ഞാൻ എന്ത് ചെയ്യാണ്, വുളൂവിന് പകരം തയമ്മം ചെയ്യാണെങ്കിൽ നിയത്ത് വെക്കണം. എന്നിട്ട് ബിസ്മില്ലാഹി എന്ന് പറയണം, എന്നിട്ടാണ് അടിക്കേണ്ടത്. ആദ്യം നിയത്ത് വെച്ചു, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു, എന്നിട്ട് നമ്മൾ അടിച്ചു, എന്നിട്ട് നമ്മൾ ഊതി.
അതുകൊണ്ട് മുഖം തടവി, അതുകൊണ്ട് കൈകൾ തടവി. അപ്പൊ മുഖം തടവുക എന്ന് പറയുമ്പോ എങ്ങനെ, എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടതാണ്. ഒറ്റ പ്രാവശ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പ്രാവശ്യം ഇങ്ങനെ മുഖം ഇങ്ങനെ തടവുക, എന്നിട്ട് കൈ ഇങ്ങനെ മുകളിൽ കൈ തടവുക. ചില റിപ്പോർട്ട് പ്രകാരം ആദ്യം കൈകൾ തടവിയാണ്, എന്നിട്ടാണ് മുഖം തടവിയത്. അവയവർക്ക് ആദ്യം മുഖം തടവി, പിന്നെ കൈകൾ തടവി, പ്രശ്നമില്ല. ആദ്യം കൈകൾ തടവി, എന്നിട്ട് മുഖം തടവി, പ്രശ്നമില്ല. രണ്ട് രൂപത്തിൽ ചെയ്യാം. ഇനി കൈകൾ തടവുമ്പോൾ ആദ്യം ഇടതുകൊണ്ട് വലത് തടവണോ, വലതുകൊണ്ട് ഇടത് തടവണോ? രണ്ടും രീതിയിൽ വന്നിട്ടുണ്ട്. അവരാൾക്ക് ആദ്യം ഇടതുകൊണ്ട് വലതിന്റെ മുകളിൽ തടവി, പിന്നെ വലതുകൊണ്ട് ഇടതിന്റെ മുകളിൽ തടവി, അനുവദനീയാണ്. ഒരാൾ നേരെ തിരിച്ച് ആദ്യം വലതുകൊണ്ട് ഇടതിന്റെ മുകളിൽ തടവി, പിന്നെ ഇടതുകൊണ്ട് വലതിന്റെ മുകളിൽ തടവി, അനുവദനീയാണ്. ഏത് രൂപത്തിലും ചെയ്യാം. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തയമ്മുമു ദർബത്താൻ, തയമ്മുമിന് രണ്ടടികളാണ്. ദർബത്തുൽ ലിൽവജ്ഹി, ഒന്നാമത്തെ അടി മുഖത്തിന് പഠിച്ചു തടവി. വദർബത്തുൽ ലിൽയദൈനി ഇലൽ മിർഫഖി, രണ്ടാമത്തെ അടി കൈയിന് വേണ്ടി. അപ്പൊ രണ്ടടി അടിക്കണമെന്നാണ് ആ ഹദീസിൽ വന്നത്. കൈകൾ തടവേണ്ടത് ഇലൽ മിർഫഖി, മുട്ട് വരെയാണ്. അപ്പൊ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യണം. പക്ഷെ ആ ഹദീസ് ദഈഫാണ്. ആ ഹദീസ് ദുർബലം. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ആൾക്കാരെ കാണാം, ചെറുക്കാരുടെ ഇവിടെ എത്ര തടവുകളൊക്കെ ആൾക്കാരെ കാണാം. അത് ശരിയല്ല, ആ ഹദീസ് ദുർബലമാണ്. അപ്പൊ എത്ര ചെയ്യേണ്ടത്? നമ്മൾ നിയത്ത് വെക്കുക, ബിസ്മില്ലാഹ് ചൊല്ലുക, ഒരടി അടിക്കുക, നമ്മളൊന്ന് ഊതി കളയുക. മുഖം ആണ് ആദ്യം തടവുക, മുഖം തടവുക, കൈ ആദ്യം തടവുക. ഇതോടുകൂടി തയമ്മും കഴിയും. ഇത്ര തയമ്മുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തയമ്മുമായി ബന്ധപ്പെട്ട മറ്റൊരു മസല, ഒരാൾ ഇങ്ങനെ തയമ്മും ചെയ്തു. അപ്പൊ എന്തുപയോഗിച്ചാണ് തയമ്മും ചെയ്യേണ്ടത്? എന്തുപയോഗിച്ചാണ് തയമ്മും ചെയ്യേണ്ടത്? മണ്ണുപയോഗിച്ചാണ്. അതാണ് അടിസ്ഥാനം. അശ്വരതാണ്. മണ്ണുപയോഗിച്ചാണ് തയമ്മും ചെയ്യേണ്ടത്. അശ്വരതാണ്. അപ്പോ ഒരാള് മണ്ണില്ലാത്ത എന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് തയമ്മും ചെയ്താൽ, ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഫതയമ്മമു സ്വഈദൻ തയ്യിബ, നിങ്ങൾ ഭൂമിയുടെ ഉപരിതലം തേടിക്കൊള്ളുക എന്നാണ്. ഭൂമിയുടെ ഉപരിതലം നിങ്ങൾ തേടിക്കൊള്ളുക എന്നതാണ്. അപ്പൊ ഭൂമിയുടെ ഉപരിതലം തേടിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഇനത്തിൽപ്പെട്ട എല്ലാം പറ്റും. അതാണ് എനിക്ക് ശരിയായ അഭിപ്രായം. അവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്ന കുല്ല മാഅൽ അർദി, ഭൂമിയിൽപ്പെട്ട എല്ലാം, മിൻ തുറാബ്, മണ്ണായിക്കൊള്ളട്ടെ, വറബ്ലി, മണലായിക്കൊള്ളട്ടെ, അതേപോലെ വഹജറിൻ മുഹ്തരിഖിൻ, കത്തിയ കല്ലായിക്കൊള്ളട്ടെ, വഹജറിൻ ഗൈരി മുഹ്തരിഖിൻ, കത്താത്ത സാധാ കല്ല്, പാറക്കല്ല്, ചെറിയ കല്ല്, ഏത് കല്ലുമായിക്കൊള്ളട്ടെ, വറുത്തബിൻ തീൻ വയാബിസ്, അതുപോലെ ഉണങ്ങിയ കളിമണ്ണായിക്കൊള്ളട്ടെ, ഉണങ്ങാത്ത കളിമണ്ണായിക്കൊള്ളട്ടെ, ഫഇന്നഹു യുതയമ്മു ബിഹി, ഇതുകൊണ്ട് എല്ലാ തയമ്മും ചെയ്യാം. അപ്പൊ ഭൂമിയുടെ ഇനത്തിൽപ്പെട്ടതായിരിക്കണം മാത്രം. ഭൂമിയുടെ ഇനത്തിൽപ്പെട്ട പാറക്കല്ല്, ചെരൽക്കല്ല്, മണല്, മണ്ണ്, വേറെന്തൊക്കെ ഇഷ്ടിക, വെട്ടുകല്ല്, ഇതൊക്കെ എന്താണ്? ഭൂമിയുടെ ഇനത്തിൽപ്പെട്ടാണ്. അപ്പൊ ഈ വസ്തുക്കളുടെല്ലാം നമുക്ക് തയമ്മും ചെയ്യൽ അനുവദനീയമാണ്. മണ്ണ് ഉപയോഗിച്ചാണ് ഏറ്റവും ഉത്തമം, ഏറ്റവും കയറ് മണ്ണ് ഉപയോഗിക്കുകയാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ മണ്ണ് തന്നെ വേണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഒരാൾക്ക് മണ്ണ് കിട്ടിയില്ലെങ്കിൽ മണ്ണല്ലാത്ത ഈ വസ്തുക്കൾ കൊണ്ടൊക്കെ ഒരാൾ തയമ്മും ചെയ്താൽ അവന് തയമ്മും ശരിയാകുന്നതാണ്. അല്ലാഹു അഅലം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ എന്ത് ചെയ്യും? തയമ്മും ചെയ്യേണ്ടത് എന്തുപയോഗിച്ച് തയമ്മും ചെയ്യണം. നമ്മൾ പറഞ്ഞത് ഏതുപയോഗിച്ച് തന്നെയാണ് തയമ്മും ചെയ്യണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ചുമരുമൊക്കെ വെച്ച് തയമ്മും ചെയ്യും. അല്ലെങ്കിൽ ട്രെയിൻ യാത്രയിലാണെങ്കിൽ ട്രെയിനിന്റെ മുമ്പത്തെ സീറ്റിലടിച്ച്, അല്ലെങ്കിൽ കാറിന്റെ ഡാഷ്ബോർഡിൽ അടിച്ചിട്ട്, അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ മുമ്പത്തെ സീറ്റിലടിച്ചിട്ട്, അല്ലെങ്കിൽ ആശുപത്രിയാണെങ്കിൽ മുന്നിലടിച്ചിട്ട്,
ഇങ്ങനെയൊക്കെ തയ്മം ചെയ്യും. ഇതൊക്കെ പ്രാഥമിക അവസ്ഥകളാണ്. അങ്ങനെ തയ്മം ചെയ്താൽ ശരിയാകും. അങ്ങനെ തയ്മം ചെയ്താൽ തയ്മം ശരിയാവും. കാരണം നമ്മൾ പറഞ്ഞു ഭൂമിയിൽപ്പെട്ട എല്ലാം ഭൂമിയുടെ ഉപരിതലം, ഭൂമിയുടെ ഉപരിതലത്തിൽപ്പെട്ടതാണ് പറ്റുക. അതല്ലാത്തതൊന്നും അനുവദനീയമാണ്. അപ്പൊ ഈ ചുമല് ഇത് പറ്റും. എങ്ങനെ? ഇതിപ്പോ ഉണ്ടാക്കിക്കുന്ന വെട്ടുകല്ലോട് ഇഷ്ടിക കൊണ്ടാ നോക്കാം. ഈ പെയിന്റ് ഒക്കെ അടിക്കുന്നതിന് മുമ്പേ ആണെങ്കിൽ അത് ഭൂമിയിൽ പെട്ടതാണ്. അപ്പൊ നമുക്ക് അതിനൊന്നും ചെയ്യാം. ഇപ്പൊ കുമ്മായി കഴിച്ച് പെയിന്റ് ഒക്കെ അടിച്ചു. ഇപ്പോഴും നമുക്ക് പറ്റും. എങ്ങനെ? ഒന്നുകിൽ നമ്മളെ കയ്യുമ്പോ മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ചുമര് പഠിച്ചാൽ പറ്റും. അല്ലെങ്കിൽ ആ ചുമര് പഠിക്കുന്ന ഭാഗത്ത് മണ്ണുണ്ടായിരിക്കണം, അങ്ങനെ അടിച്ചാൽ പറ്റും. അതല്ലാതെ ഈ പെയിന്റ് കുമ്മായത്തെ കൊണ്ട് അടിച്ചാൽ ശരിയല്ല. അതേപോലെ തന്നെ ഇപ്പൊ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ സീറ്റ് പറഞ്ഞാൽ ഒരിക്കലും ഭൂമിയുടെ ഇനത്തിൽപ്പെട്ട സാധനം കൊണ്ട് ഉണ്ടാക്കിയതല്ല. അതിന്റെ അസുഖം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പെയിന്റ് അടിച്ചിട്ടും വേറെ സാധനം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോ അതിൽ നമ്മൾ ചെയ്താൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കൈമ കുറച്ച് മണ്ണ് പറ്റി പിടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് അടിച്ചാൽ പറ്റും. അല്ലെങ്കിൽ അത് മണ്ണുണ്ടെങ്കിൽ അടിച്ചാൽ പറ്റും. മണ്ണില്ലാതെ അങ്ങനെ അടിച്ചാൽ ആശുപത്രിയുടെ വീട്ടിലോ അടിച്ചാലൊന്നും അതുകൊണ്ട് തയ്മം ശരിയാവുന്നതല്ല. അതുകൊണ്ട് തയ്മം ശരിയാവുന്നതല്ല അല്ലാഹു പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് തയ്മം ചെയ്യാം എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു മസല, എപ്പോഴാണ് തയ്മം മുറിയുക? എപ്പോഴാണ് തയ്മം മുറിയുക? വുളു കൊണ്ട് മുറിയും. വുളു എന്തെല്ലാം കൊണ്ട് മുറിയുമോ അതെല്ലാം കൊണ്ട് തയ്മം മുറിയും. നമ്മൾ വുളു മുറിയുന്ന കാര്യങ്ങൾ പഠിച്ചല്ലോ, ആ കാര്യങ്ങൾ കൊണ്ടൊക്കെ തയ്മം മുറിയും. ആ കാര്യങ്ങൾ കൊണ്ടൊക്കെ തയ്മം. അതോടൊപ്പം എക്സ്ട്രാ ഇതിൽ വരുന്നത്, വുളു ഇല്ലാതെ ഇതിൽ വരുന്നത്, വെള്ളം കിട്ടിയാൽ തയ്മം മുറിയും. വെള്ളം കിട്ടിയാൽ തയ്മം മുറിയും. അപ്പൊ മനസ്സിലാ, ഒരാള് തയ്മം ചെയ്തു, നിസ്കരിക്കാൻ നിൽക്കുന്നതിന് തൊട്ട് മുമ്പേ വെള്ളം കിട്ടി, അയാൾ എന്ത് ചെയ്യണം? അയാൾ വുളു എടുക്കണം. അയാള് നിസ്കാരം നിർത്തിയിട്ട് അയാള് നിസ്കരിച്ചില്ല, അയാൾ എന്ത് ചെയ്യണം? വുളു ചെയ്യണം. നിസ്കരിക്കണം. ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം കണ്ടത്. നിസ്കാരം കഴിഞ്ഞ് സലാമൊക്കെ കിട്ടി, അപ്പോഴാണ് അയാൾക്ക് വെള്ളം കിട്ടിയത്. അപ്പൊ ഇനി അയാള് നിസ്കാരം മടക്കേണ്ടതുണ്ടോ? നിസ്കാരം മടക്കേണ്ടതില്ല. അയാൾ നിസ്കാരം മടക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ തയ്മം ചെയ്തു, നമസ്കാരം കഴിഞ്ഞു, എന്നിട്ടാണ് വെള്ളം കിട്ടിച്ചാൽ നമ്മള് നിസ്കാരം മടക്കേണ്ടില്ല. പക്ഷെ അവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ വെള്ളം അന്വേഷിച്ചിട്ടുണ്ടാവണം. നമ്മൾ വെള്ളം അന്വേഷിച്ചതിന് ശേഷം, ഇപ്പൊ നമ്മൾ വെള്ളം മുഴുവൻ അന്വേഷിച്ചു, നമ്മള് കിട്ടിയില്ല, നമ്മള് തയ്മം ചെയ്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ 10 അടി മുമ്പ് വെച്ചപ്പെട്ട് തൊട്ടടുത്ത് അവിടെ വെള്ളം ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് പിന്നെ നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കുക. ഒരു തയ്മം കൊണ്ട് നമുക്ക് എത്ര നിസ്കരിക്കാം? ഒരു തയ്മം കൊണ്ട് എത്ര നിസ്കാരം നിസ്കരിക്കാം? ഒരു ഫർദ് മാത്രമാണ്. നമ്മള് മനസ്സിലാക്കേണ്ടത് ഇത്രയുള്ള അടിസ്ഥാനം. വുളൂഇന്റെ ബദലാണ് തയ്മം. വുളൂഇന്റെ പകരാണ് തയ്മം. അതുകൊണ്ട് വുളൂ കൊണ്ട് എന്തൊക്കെ പറ്റും, എന്തൊക്കെ അതൊക്കെ തയ്മം കൊണ്ടുണ്ട്. അപ്പൊ വുളൂ എടുത്തു കഴിഞ്ഞാൽ ഒരു വുളൂ കൊണ്ട് എത്ര ഫർദ് നിസ്കരിക്കാം? അതുകൊണ്ട് തയ്മം എടുത്തു കഴിഞ്ഞാൽ തയ്മം കൊണ്ട് എത്ര ഫർദ് നിസ്കരിക്കാം? പ്രശ്നമില്ല. ഒരു തയ്മം കൊണ്ട് എത്ര ഫർദ് നിസ്കരിക്കാം? ഇനി ഫർദ് നിസ്കാരത്തിന് വേണ്ടി എടുത്ത തയ്മം, അതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും. സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എടുത്ത തയ്മം, അതുകൊണ്ട് ഫർദ് നിസ്കരിക്കാൻ പറ്റുമോ? അതും പറ്റും. ഇതൊക്കെ ആൾക്കാർക്കിടയിൽ സംശയമുള്ള കാര്യമില്ല, എഴുതുന്ന വിശ്വാസമാണ്. ഒരു തയ്മം ചെയ്ത് കഴിഞ്ഞാൽ വുളൂഇന്റെ പോലെ തന്നെ, അതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാൻ, അതുകൊണ്ട് ഫർദ് നിസ്കരിക്കാം. സുന്നത്തിന് വേണ്ടി എടുത്താണോ അതുകൊണ്ട് ഫർദ് നിസ്കരിക്കാം, ഫർദിന് വേണ്ടി എടുത്താണോ അതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാം. അതൊക്കെ പറ്റും. ഇനി ഉപയോഗിച്ച മണ്ണ് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ തയ്മത്തിന് വേണ്ടി കൊണ്ടുവന്ന് മണ്ണ് ഉപയോഗിച്ചു, ആ മണ്ണുകൊണ്ട് തന്നെ ഇങ്ങനെ തയ്മം ചെയ്യാൻ പറ്റുമോ? തയ്മം ചെയ്യാൻ പറ്റും. ആ മണ്ണുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും തയ്മം ചെയ്യാം. അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അതെ, അത് മദ്ഹബി വീക്ഷണമാണ്. മദ്ഹബി വീക്ഷണം ശരിയായ അഭിപ്രായ പ്രകാരം എത്രയും നമുക്ക് ചെയ്യാം. കാരണം അതിന്റെ അടിസ്ഥാനത്തുള്ള വുളൂഇന്റെ ബദലാണ്. വുളൂ കൊണ്ട് പറ്റുന്നവർക്ക് തോന്നാൻ പറ്റും, അത്ര നമുക്ക് തയ്മം വരെ പറ്റും. ഇനി നമുക്ക്
ഇതൊക്കെ ഹുഫയുമായി ബന്ധപ്പെട്ട മസലകളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ല, വെള്ളം കിട്ടിയാൽ തയ്യാറ പോയി പിന്നെ നമുക്ക് പോകുന്നതാണ്. അതിപ്പോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു കാര്യമില്ല. ഇപ്പൊ ഒരാൾ ആശുപത്രിയിൽ കിടക്കണം. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അയാൾക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടാണ് അവസ്ഥ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജനത്തിന് എതിരാണ്. പക്ഷെ അയാൾക്ക് ബോധമുണ്ട്, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, കൈയും കാര്യം ചെരുപ്പിക്കാൻ വയ്ക്കും. പക്ഷെ നീച്ച് നടക്കാനൊന്നും വയ്ക്കൂല. ആൾക്കാർക്കൊന്നും ഇതിനെ മാറ്റി കൊടുക്കാനും പറ്റൂല. ഐസിയുലാണ് അയാൾ നിസ്കരിക്കണം. അപ്പൊ അയാൾക്ക് നെജസിൽ നിന്ന് വൃത്തിയാവുക എന്നുള്ളത് അയാൾക്ക് സാധിക്കില്ല. അപ്പൊ അയാൾക്ക് നെജസിൽ നിന്ന് വൃത്തിയാവുക എന്നുള്ള ശബ്ദ് നഷ്ടപ്പെട്ടു. അപ്പൊ ആ ശബ്ദില്ല, അയാൾ കഴിയുന്ന പോലെ നിസ്കരിക്കാവും. ഇതേപോലെ തന്നെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ള ശബ്ദ് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മളിൽ നിന്ന് ഇല്ലാതായിരിക്കും. അപ്പൊ ഉതെടുക്കാൻ കഴിയെങ്കിൽ ഉതെന്നെ എടുക്കണം. തൈമം ചെയ്യാൻ കഴിയാമെങ്കിൽ അപ്പൊ ഉതെടുക്കാൻ കഴിയെങ്കിൽ ഉതെടുക്കണം. ഉതെടുക്കാൻ കഴിയില്ലെങ്കിൽ ഉതു എടുപ്പിക്കണം. ഒരാളെ ഏൽപ്പിച്ച് ഉതെടുപ്പിക്കണം. പക്ഷെ ആ ഏൽപ്പിക്കുമ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞത് ബുദ്ധിമുട്ടി ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ നല്ല ഇഷ്ടത്തോടു കൂടി നമുക്ക് ചെയ്തു തരാൻ തയ്യാറാണെങ്കിൽ മാത്രം അയാളെ ഏൽപ്പിക്കണം. അതിനും പറ്റില്ലെങ്കിൽ തൈമം ചെയ്യും. തൈമം ചെയ്യാനും പറ്റില്ലെങ്കിൽ തൈമം ചെയ്യിപ്പിക്കുക. ഒരാളെ ഏൽപ്പിച്ച് അതിനും പറ്റുകയില്ല എങ്കിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നില്ലേ ശബ്ദമായി നഷ്ടപ്പെട്ടു. അപ്പൊ അയാൾ നിസ്കരിക്കേണ്ടത് ശുദ്ധിയില്ലാതെ. അപ്പൊ ഫ്ലൈറ്റിന്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ജംപ് ചെയ്യാൻ അവസരം. അപ്പൊ ജംപ് ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നമ്മൾ ജമ്പാക്കാം. നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റാത്ത സുബഹാണ്. സുബഹിന്റെ കേസല്ല, ദുഹ്റ, അസ്ർ, മഗ്രിബ്, ഇശാന്റെ കേസൊക്കെ നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ സുബഹിന്റെ കേസാണ്, അപ്പൊ ജമ്പ് ചെയ്യാനും പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലൈറ്റില് നമുക്ക് കൊടുത്തിട്ട് കയറാൻ മുറിഞ്ഞു പോയി, നമുക്ക് ഫ്ലൈറ്റിന് ബാത്റൂം, ഫ്ലൈറ്റ് ബാത്റൂമില് കൊടുക്കാൻ പറ്റുന്നില്ല. അതിനാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അവസരമില്ലത്. അടിയിൽ ആൾക്കാർ ചവിട്ടി നടന്നിടത്ത് മണ്ണുണ്ടാവും. ആ മണ്ണിൽ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സീറ്റ് പഠിച്ചാൽ ടൈം കൊടുക്കണം. അങ്ങനെ മണ്ണും കിട്ടിയ ഒരു വഴിയില്ല. ഒരു വഴിയില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, തയ്യാറൊന്നും ചെയ്യേണ്ട, അങ്ങനെ ചെയ്യേണ്ട. അതാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. Allah Subhanahu wa ta'ala meminta salihah dan suci Rabbana atina fid dunya hasanatan wa fil akhirati hasanatan wa qina adzabannar. Rabbana taqabbal minna innaka antas samiul alim wa tub alaina innaka antat tawwabur rahim. Subhanaka Allahumma wa bihamdika asyhadu an la ilaha illa anta astaghfiruka wa atubu ilaik. Assalamu alaikum.